നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴും സ്നേഹവും സമഭാവനയും ഐക്യവും മതസ്പർദ്ധയും ഇല്ലാത്ത നാട് കേരളം തന്നെയാണ്. നമുക്കിടയിൽ ചില പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു ആത്മവിമർശനം സ്വയം നടത്തുമ്പോഴും ഇപ്പോഴും അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം, യാതൊരു തരത്തിലുള്ള വർഗീയ ചിന്തകളും ദുഷ്ടചിന്തകളും വിഭാഗീയതയും ഒരു പരിധിവരെ കടന്നു വരാൻ സാധിക്കാത്ത സംസ്ഥാനമായി കേരളം മാറി. ഇത് ഈ നിലയിൽ തന്നെ നമുക്ക് നിലനിർത്തിക്കൊണ്ടുപോകാനാവണം. ഈ ഓണാഘോഷത്തിൻ്റെ തൊട്ട് മുമ്പാണ് നാം രാജ്യത്തിനൊരു കേട്ട കൻവാർ യാത്ര നമ്മൾ കേട്ട് കാണും. ഉത്തരാഖണ്ഡിലാണ്. ആ കൻവാർ യാത്രയുമായി ബന്ധപ്പെട്ട വിവാദത്തിലേക്കും ഞാൻ കടന്നു പോകുന്നില്ല. അവിടെ മതത്തിൻ്റെ പേരിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഈ പാതയോരത്ത് കടന്നു വരുന്നവർ, പാതയോരത്ത് ചന്തകൾ സംഘടിപ്പിക്കുന്നവരോട് ഒന്നും പ്രദർശിപ്പിക്കാൻ നാം ആരും ആഹ്വാനം ചെയ്യുന്നില്ല. എന്നാൽ കൻവാർ യാത്രയിൽ നാം കേട്ടത്, നിങ്ങൾ പ്രദർശിപ്പിക്കണം, നിങ്ങളുടെ ഐഡൻറ്റിറ്റി പ്രദർശിപ്പിക്കണം. ഇവിടെ യാതൊരു ഐഡൻറ്റിറ്റിയും പ്രദർശിപ്പിക്കാതെ നിങ്ങൾ കച്ചവടം നടത്താൻ. അതാണ് കേരളം, അതാണ് ഓണം. ആ ഐക്യവും ആ സ്നേഹവും നമുക്ക് നിലനിർത്തിക്കൊണ്ടുപോകാനാവണം എന്നുള്ളതാണ്. ഇവിടെ അധ്യക്ഷനും അതുപോലെ തന്നെ ഒപ്പം അനുശോചന പ്രമേയവും വായിച്ചു. സ്വാഗത പ്രാസംഗികനെ സൂചിപ്പിച്ചു. നാം ഒരു മഹാദുരന്തം നേരിട്ടു. മഹാദുരന്തം. ആ ദുരന്തത്തെ നാം എങ്ങനെ അതിജീവിച്ചു? ആ ദുരന്തത്തിൽ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും സഹായം മലയാളികൾ സഹായിച്ചു എന്ന് മാത്രമല്ല, എല്ലാ മനുഷ്യരും നമ്മളെ സഹായിക്കാൻ മുന്നോട്ട് വന്നുള്ളതാണ്. കേരളം ഒറ്റക്കെട്ടായി നിലനിന്നു. വയനാട്ടിലെ മഹാദുരന്തം നമ്മൾ കണ്ടു. സംഘാടകർക്കിടയിലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരുന്നു, വേണോ വേണ്ടേ. പക്ഷേ ഇതൊരു നാം എത്രയോ കാലമായി കൊണ്ടു നടക്കുന്ന ആചാരമായതുകൊണ്ട് ഇത് മാറ്റേണ്ടതില്ല എന്ന പൊതു തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നത്. നിങ്ങൾ കണ്ടു വയനാട്ടിൽ മഹാദുരന്തം. നാം ആലോചിക്കേണ്ടത്, ഒരു മഴ മതി എല്ലാം തീരാൻ. ഒരു രാത്രി കിടന്ന് രാവിലെ ഉണരുമ്പോഴേക്കും 2 ഗ്രാമങ്ങൾ വാനിഷ്ഡ്, ഇല്ലാതാവുന്നു. ഇതാണ് കാലം. അതുകൊണ്ട് നമുക്കിടയിൽ നാം ചിന്തിക്കേണ്ടത്, ഒരു നിമിഷം കൊണ്ടെല്ലാം ഇല്ലാതാവും. അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം ബഹുമാനിക്കാൻ, ഐക്യത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. വയനാട്ടിൽ മഹാദുരന്തമുണ്ടായപ്പോൾ മുണ്ടക്കൈയിൽ എപ്രകാരമാണോ കേരളം ഒറ്റക്കെട്ടായത്, കേരളത്തിൻ്റെ എല്ലാ കോണുകളും കേരളത്തിൻ്റെ എല്ലാ കണ്ണുകളും ഒരേപോലെ ഒഴുകിയത് വയനാട്ടിലേക്കാണ് സഹായവുമായി. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. സംസ്കാരത്തിൻ്റെ ഭാഗം പരസ്പരം സഹായിക്കാൻ, പരസ്പരം സ്നേഹിക്കാൻ. ആ സംസ്കാരം ഇനിയും നമുക്ക് നിലനിർത്തിക്കൊണ്ടുപോകാനാവണം. ഭിന്നിപ്പുകളുണ്ടാക്കാൻ ശ്രമിച്ചേക്കാം, വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചേക്കാം. പക്ഷേ ഒരു തരത്തിലും നാം സൂക്ഷിച്ച ആ സംസ്കാരം കൈമോശം വരാതെ സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അത് നമുക്ക് സാധിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട്. ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. പൊതുവിൽ ആഘോഷത്തിൻ്റെ പൊലിമ നമ്മൾ കുറച്ചു. കാരണം പലപ്പോഴും ഇപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത്, സ്കൂൾ ക്ലാസ്സുകൾ ക്യാമ്പസുകൾ നടന്നുകൊണ്ടിരിക്കുക. ക്യാമ്പസുകളിലൊക്കെ ആഘോഷം തുടങ്ങേണ്ട സമയം. പക്ഷേ സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചു, ആ രീതിയിലേക്ക് പൊലിമയോടെ നമ്മൾ ആഘോഷം നടത്തേണ്ട. എല്ലാവരും ഒരുപോലെ സഹകരിച്ചു. പക്ഷേ ഇവിടെ അനിവാര്യമായി നടത്തേണ്ടത് കൊണ്ടാണ് ഇത് നടത്താൻ മുന്നോട്ട് വന്നത്. നമ്മൾ കാണേണ്ടത്, നാം വേദനിക്കുന്നവരുടെ പക്ഷത്താണ്. എല്ലാ കാലത്തും വേദനിക്കുന്നവരുടെ പക്ഷത്ത് ചേർന്ന് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. സഹജീവിയുടെ വേദന നാം മനസ്സിലാക്കണം. സഹജീവിയുടെ വേദന എന്തെന്നറിയുമ്പോഴാണ് അവനെ സഹായിക്കണം നമുക്ക് തോന്നുക. അതാണ് ഇത്തരം ആഘോഷങ്ങളോട് നാം നൽകുന്ന സന്ദേശം. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അത് തന്നെയാണ്. തലമുറ പഠിക്കേണ്ടത് അത് തന്നെയാണ്. സഹജീവികളുള്ള കരുണ, ആർദ്രത, കൈൻഡ്നസ്, എംപതി തുടങ്ങിയ വികാരങ്ങൾ നമുക്കുണ്ടാവണം. എംപതിയും കൈൻഡ്നസ്സും നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അത് നിലനിർത്തിക്കൊണ്ടുപോകാനാണ് ഇത്തരം ആഘോഷങ്ങളോട് നാം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്കാവും എന്ന വിശ്വാസം എനിക്കുണ്ട്. നമുക്ക് ശക്തമായി മുന്നോട്ട് പോകാനാവണം. വേലി എന്നാണ്, പ്ലസ് വേലി. വേലിക്കെട്ടില്ലാതെ, നമുക്കിടയിൽ മതത്തിൻ്റെ വേലിക്കെട്ടില്ലാതെ, ജാതിയുടെ വേലിക്കെട്ടില്ലാതെ, യാതൊരു തരത്തിലുള്ള വേലിക്കെട്ടുമില്ലാതെ ഒരുപോലെ മലയാളി ആഘോഷിക്കുന്ന ഓണം, അതാണ് തിരുവോണം, അതാണ് ഓണാഘോഷം. ആ ഓണാഘോഷം ഇന്നു മുതൽ 10 ദിവസത്തേക്ക് സംസ്ഥാനത്തിൻ്റെ, ലോകത്തിൻ്റെ കോണുകളിൽ മലയാളി ഒരുപോലെ ആഘോഷിക്കുന്നു. നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു, പൂക്കളമിടുന്നു. പൂക്കളമിടുമ്പോൾ ഇപ്പം കാണുന്നത് എന്താ? പൂക്കൾ നമുക്കില്ല. നമ്മൾ മറ്റ് സംസ്ഥാനത്തെ ആശ്രയിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഇവിടെ വരില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു 12-ാം തീയതി 13 ആകുമ്പോഴേക്കും മറ്റ് സംസ്ഥാന നാളുകൾ പൂക്കൾ കൊണ്ടുവരും. കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളെല്ലാം പൂക്കൾ പറിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളെ രക്ഷിതാക്കൾ പൂക്കൾ പറിക്കാൻ പെടുന്നുണ്ടില്ല. ഇപ്പോഴത്തെ കുട്ടികളോട് പറയുന്നത്, നീ വേഗം A+ മേടിക്കുന്ന പരീക്ഷ അത് മാത്രമേ ഉള്ളൂ. A+ അത് മാത്രമേ ഉള്ളൂ. ആ ഒരു ചിന്തയിലേക്ക് രക്ഷിതാക്കൾ ചിന്തിക്കുമ്പം പൂ പറിക്കാൻ നീ പോകാൻ പാടില്ല.
ഊഞ്ഞാലാടാൻ നീ പോകാൻ പാടില്ല, നിൻ്റെ ബന്ധുവീട്ടിൽ നീ പോകാൻ പാടില്ല എന്നാ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ അങ്ങനെ തലമുറയെ വാർത്തെടുക്കാൻ പാടില്ല. പഠിക്കണം, തർക്കമില്ല. പക്ഷെ പഠനത്തോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള തലമുറയാക്കി നമുക്ക് അവരെ മാറ്റി തീർക്കാൻ സാധിക്കണം. ആ നിലയിലേക്ക് മാറ്റി തീർക്കാൻ നമുക്ക് സാധിക്കുമെന്ന് വിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായും ഇത്തരം ആഘോഷങ്ങൾ ആ നിലയിലേക്ക് കൂടി മാറി തീരട്ടെ. തൃപ്പൂണിത്തുറ നഗരസഭ മുൻകൈയെടുത്ത് നടത്തുന്ന അത്തം ഘോഷയാത്ര ഇത്തവണ പരിമിതികളുണ്ടായെങ്കിലും പ്രതികൂല സാഹചര്യം ഉണ്ടായെങ്കിലും അതിന് അതേ പൊലിമയോടുകൂടി നടത്താൻ മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കാരണം അഴകിയ രാവണ സിനിമയിൽ പറയുന്നുണ്ട്, അപ്പുറത്ത് താലികെട്ട് ഇപ്പുറത്ത് പാല് കാച്ചൽ. ഏതാണ്ട് അപ്പുറത്ത് ചെണ്ടമുട്ടലാണ്. അപ്പുറത്ത് ചെണ്ടമുട്ടലും കുറച്ചാൾ ഇങ്ങനെ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പ്രസംഗം കേൾക്കാനല്ല, നിങ്ങൾ ഘോഷയാത്ര കാണാൻ. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളേക്കൊന്നും കടന്നു പോവാതെ മലയാളിയുടെ ആ മഹിതമായ സ്നേഹത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും ആ പാരമ്പര്യം നമുക്ക് ഏവർക്കും കാത്തുസൂക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ച് നിങ്ങളുടെല്ലാം അനുവാദത്തോടു കൂടി അത്തച്ചമയ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.